ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് അപ്സ്റ്റേറിലെ ബാത്റൂം പ്ലംബിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോറിങ് ഒരുപാട് കനം വരുന്നു. കോൺക്രീറ്റ് ആ കോൺക്രീറ്റിൻ്റെ കനം കുറക്കാറോ അതിൻ്റെ ടൈലിൻ്റെ വർക്കിൻ്റെ അല്ലെങ്കിൽ ഫിനിഷിങ്ങിനൊക്കെ വരുമ്പോൾ കനം ഓവറായിട്ട് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ ക്ലയൻറ്റ് ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്ലോസറ്റ് അവിടെ വരേണ്ടത് നോക്കാം. അതിനുള്ളൊരു ഓൾസിനാണ് ഓർബിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സോക്കറ്റ് ഇട്ടാൽ മതി. 4 സോക്കറ്റ് ഇട്ടാൽ മതി. ഇത് കണക്കാക്കിയിട്ട് ഇതേപോലെ പൈപ്പിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ മതി. അതേപോലെ നമ്മൾ ട്രാപ്പ് ഉണ്ടല്ലോ, ട്രാപ്പ് ഈ കോർണർ നമ്മൾ വെക്കുന്നുണ്ട്. ട്രാപ്പിനും അതേപോലെ ട്രാപ്പിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യാം. അടിയിൽ കൂടെ അതിൻ്റെ വാർപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ ചെയ്യും. ഇപ്പോൾ ട്രാപ്പിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് ഇത് കണക്കാക്കിയിട്ട് ഇവിടെ ഈ മൂലക്കെട്ടിൻ്റെ ഈ ഭിത്തിൻ്റെ ഇങ്ങനെ അളവ് വെച്ചാൽ അതിനിട്ടിട്ട് ഈ സോക്കറ്റ് 4 സോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ 4 ട്രാപ്പ് വെച്ചാൽ മതി. ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണം. എന്നാൽ പിന്നെ ഈ ട്രാപ്പിന്റെ കനം, ഈ പൈപ്പിന്റെ കനം എത്ര ഉണ്ടോ, ഈ പൈപ്പ് ഇതിന്റെ മേലെ സാധാരണ നമ്മൾ ഇത്രയും കോൺക്രീറ്റ് ചെയ്യേണ്ടി വരില്ല. ഈ പൈപ്പ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ കഴിഞ്ഞാൽ പിന്നെ ഇതിനൊപ്പം ഉണ്ടല്ലോ, ഇത് വാട്ടർ പ്രൂഫ് അടിക്കുക, ഇത് ടൈല് വിരിക്കുക, ഇത് അപ്പോക്സി ഇടുക. ഒന്നും ലീക്ക് ഉണ്ടാവില്ല. എന്നാൽ എന്താ ചെയ്യുക, ഫ്ലോർ വല്ലാതെ കൊണ്ടുമില്ല, അത് സുഖമായിട്ട് മറ്റേ അതേ അളവിലാണ്. വെള്ളമാണ് വരുന്നതിന് ചെറിയൊരു ഫീഡിങ് ഇട്ട് കൊടുത്താൽ സംഭവം. ഇവിടെ നമ്മളെ സാധാ സൂട്ട് ക്ലോസറ്റാണ് വെക്കുന്നത്. സൂട്ട് ക്ലോസറ്റ് വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനാണെന്ന് നോക്കാം. 13 ദിവസം ഉണ്ടൊക്കെ ഇത് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 4 സോക്കറ്റ് വെച്ചു. 4 സോക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് പൈപ്പ് കണക്കാക്കിയിട്ട് കഴിയും. അതേപോലെ ഇതിൻ്റെ ട്രാപ്പിൻ്റെ ഇവിടെ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇത് കണക്കാക്കിയിട്ട് പൈപ്പ് ഇട്ട് 4 പൈപ്പ് ഇട്ട്. ഇപ്പോൾ ഈ ബാത്റൂമിലെ ഫ്ലോറിങ്ങിൻ്റെ പരിപാടി നമുക്ക് പൈപ്പ് ഇടാനുള്ള പൈപ്പ് ഇട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യാം, അടിയിൽ കൂടെ ലൈൻ അടിച്ച് കൊണ്ടുപോകാം. നമ്മളെ ക്ലാമ്പ് അടിച്ചിട്ട് അടിയിൽ കൂടെ കൊണ്ടുപോകാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടിയിൽ സീലിംഗ് അടിക്കണം. ഇതിന് നേരെ അടിയിൽ ബാത്റൂം ആണെങ്കിൽ അവിടെ ഈ പൈപ്പ് കാണാതൊക്കെ സീലിംഗ് അടിക്കേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്താലും വളരെ നല്ലതാണ്. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ പൈപ്പ് പ്ലംബിങ് കഴിഞ്ഞു. ഇതിന് പ്ലംബിങ്ങിൻ്റെ പണി ഇപ്പോൾ ഇതോട് കൂടി കഴിഞ്ഞു. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ വാട്ടർ പ്രൂഫ് നന്നാക്കി ചെയ്തിട്ട് നേരെ ടയർ ഒട്ടിച്ചാൽ ഇതിന് പണി കഴിഞ്ഞു. ഇതിനിങ്ങനെ പൊന്തുള്ള പ്രശ്നം ഉണ്ടാവില്ല. വീൽ ചെയർ വരാനോ അങ്ങനെ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇതിനുണ്ടാവില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ ക്ലാമ്പ് അടിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, അതായത് ഒറ്റ ലൈനിൽ ഓരോ ബാത്റൂമിൻ്റെയും നേരെ അതിലേക്ക് ഇറക്കി കൊടുത്താൽ വൈറ്റ് പിടിച്ചു കൊടുത്താൽ നേരെ കിട്ടും. ഇതിപ്പോൾ 4 ഇഞ്ചും 3 ഇഞ്ചും നമ്മൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കണക്ട് ചെയ്തിരിക്കാനുള്ളത് നേരെ പോയിട്ട് ഡ്രെയിനേജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ ഓക്കെ ആയി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഇനി എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് വെച്ചോളി.